സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാമോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് ഞാനും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ അമൃതം പൊടി കിട്ടും. പക്ഷേ അത് കുറുക്കുണ്ടാക്കി കൊടുക്കാനൊന്നും പിള്ളേർ കുടിക്കത്തില്ല. ഇതിലെല്ലാവരും പുട്ടുണ്ടാക്കും. അത് അല്ല പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് പിള്ളേർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കാണിക്കാം. ഏത്തപ്പഴം എടുത്ത് ഒരു പിഞ്ച് ഉപ്പ്, പഞ്ചസാര, മുന്തിരി. അപ്പം 2 ഗ്ലാസ്, ഞാൻ ഈ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. ഇത് നല്ല വിറ്റാമിനുള്ള സാധനമാണ്. പക്ഷെ പിള്ളേർക്കൊന്നും അത്ര, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുകയില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇത് കിട്ടുന്നവരൊന്നും ഇത് വെറുതെ കളയരുത്. ചിലരൊക്കെ ഇത് ചെടിക്കൊക്കെ കൊണ്ട് ഒഴിച്ച് കളയും. അങ്ങനൊന്നും ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഇതുണ്ടാക്കി പിള്ളേരെ കഴിപ്പിക്കാനായിട്ട് നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് 4 മണിക്ക് ഒരു പലഹാരവും ആകുമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുകയാണ്. 2 ഏത്തയ്ക്ക അരിഞ്ഞു വെച്ചു. ഇനി ഇത് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. നെയ്യാണ് നല്ലത്. പക്ഷേ ഇപ്പം എൻ്റെ ഈ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എണ്ണയാണ് ഒഴിക്കുന്നത്. തുള്ളി എണ്ണ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നെയ്യാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് വരും. നെയ്യ് തീർന്നു വരും. ഇത് നല്ലപോലെ ഇതിങ്ങനെ വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് കുത്തി ഉടച്ചെടുക്കണം. നല്ലതല്ല. ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ കൂടി ഏതെങ്കിലും വിധത്തിൽ പിള്ളേരെ അമൃതം പൊടി കഴിപ്പിക്കാമോ എന്ന് നോക്കണം. അത് ഒത്തിരി ശരീരത്തിന് ഒത്തിരി പ്രയോജനമുണ്ട്, ഒത്തിരി ഗുണമാണ്. നമുക്കാണേലും വലിയവർക്കാണേലും നല്ലതാണ്. പക്ഷെ ഇവിടെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇത് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പിള്ളേരൊക്കെ കഴിച്ചോളും. ഇപ്പം നമ്മുടെ ആ ഏത്തയ്ക്ക നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്ത് വഴറ്റി വറുത്തെടുത്ത് കേട്ടോ. അത് നെയ്യിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ പറയാം, നെയ്യ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ തീർന്നു പോയി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്തിരിക്കുന്നത്. ആ ഏത്തയ്ക്കായും പിന്നെ അതിനകത്ത് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതും ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു പിഞ്ച് ജീരകം, പിന്നെ ഒരു 3 ഏലക്ക പൊടിച്ചത്. ജീരകമുണ്ട്, ഒരു 3 ഏലക്കായുണ്ട്, തേങ്ങയുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആണ് ഇതിനകത്ത് വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഇതെല്ലാവരും മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ റെഡിയാക്കി. ഇനി ഇതിൻ്റെ നമുക്ക് ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അമൃതമാവ് കുഴച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇടുകയാണ്. ഉപ്പ് അമൃതപ്പൊടിക്ക് പൊതുവേ മധുരം ഉള്ളതാണ്. എന്നാലും നമുക്ക് മധുരം വേണമല്ലോ, അല്ലെങ്കിൽ കുട്ടികളൊന്നും കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ചെറിയ ടീസ്പൂണിന് 3 സ്പൂൺ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. വെള്ളം ഒഴിച്ച് നമ്മൾ അടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി. അമൃതം പൊടി കുഴച്ച് ഉരുട്ടി നല്ല ബോൾ പോലെ ആയില്ല. ഇപ്പം എണ്ണയൊന്ന് കയ്യിൽ തൊടുവാണെങ്കിൽ ഇതിൽ
കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. എല്ലാം കുഴച്ച് റെഡിയാക്കി. നമ്മുടെ ഇപ്പം ഇലയിലോട്ട് പരത്ത് കാണാം. ഇച്ചിരി വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തുമ്പം കയ്യെ പറ്റത്തില്ല. അതുപോലെ തന്നെ ശരിക്ക് പരത്താൻ പറ്റും. വാഴയിലക്കകത്ത് പരത്തി പണ്ടൊക്കെ നമ്മൾ ഓട്ടട ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഓട്ടടക്കകത്ത് ഇത് മിക്സ് എല്ലാം കൂടി ഫില്ല് ചെയ്യുക. അമൃതം പൊടി എത്ര ടേസ്റ്റി കഴിക്കാൻ പറ്റുന്ന സാധനം. അത് പല രൂപത്തിലുണ്ടാക്കണം. ഇതും കൊണ്ട് കേക്ക് ഉണ്ടാക്കാം, എന്തെല്ലാം സാധനം ഉണ്ടാക്കാം. ഞങ്ങളിങ്ങനെ പിള്ളേർക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടും. അന്നേരം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. ഇനി ഇതേപോലെ തീ കത്തിക്കുകയാണ്. സാധനം ഞാൻ വിട്ടുപോയി കേട്ടോ. ഉണക്കമുന്തിരി എടുത്ത് വെച്ചതാണ്, ഇടാൻ വേണ്ടിയാണ്, മറന്നു പോയതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കാഷ്നട്ടോ മുന്തിരിയോ എന്ത് വേണേലും ഇടാം. നമ്മുടെ അടയൊക്കെ നല്ല റോസ്റ്റായി വന്ന് കണ്ടാണ്. എന്ത് പനിയാന്ന് കാണാൻ തന്നെ കണ്ടാണ്. ഇത് ഇഡലി പാത്രത്തിൽ വേണേൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതാ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. എനിക്ക് കൂടുതൽ ഇങ്ങനെ പണ്ടത്തെ പോലെ ഒറോട്ടി ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ 4 മണിക്ക് എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കണമല്ലോ എന്ന് വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇഡലി തട്ടിനകത്ത് വെച്ചും ഉണ്ടാക്കാം. നമ്മുടെ അട റെഡി. ഒന്ന് മുറിച്ച് നോക്കാം ഇതങ്ങനെ ഉണ്ടെന്ന്. എല്ലാം നമുക്ക് ഉണ്ടാക്കി നോക്കാവേ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ആ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് അടയ്ക്കുക. നമ്മുടെ അമൃതം പൊടിയുടെ അട ഒറോട്ടി റെഡിയായി. നല്ലൊരു അടിപൊളി എണ്ണയില്ലാത്തൊരു പലഹാരമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരികയല്ല. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ആ തേങ്ങയുടെയും ഏത്തക്കായുടെയും ഒക്കെ ആ ടേസ്റ്റ് വരുമ്പോൾ നല്ലതാണ്. സൂപ്പറാണ്, നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.